ഫൈനൽ കഴിഞ്ഞു. ഫൈനൽ കഴിഞ്ഞ് 4-5 ദിവസമായി. അന്നേരം എന്നിട്ടും ഈ ഒരു പ്രശ്നം ഇത് മാറിപ്പോകുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം ഫൈനൽ കഴിഞ്ഞിട്ടും എന്താണ് പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഒന്നും ഒരു കുറവുമില്ല. കാരണം അർജന്റീന കളിക്കാത്തതുകൊണ്ട് അർജന്റീന തോറ്റു, സ്പെയിൻ കളിച്ചു, സ്പെയിൻ ജയിച്ചു. എല്ലാവരും അത് ഉൾക്കൊള്ളുക, ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ അത് ഉൾക്കൊള്ളാൻ പഠിക്കുക. അർജന്റീന ആ ഒരു രീതിക്ക് അവർ തോറ്റു, സ്പെയിൻ കളിച്ചുകൊണ്ട് അർജന്റീന തോറ്റു, സ്പെയിൻ കളിച്ചു, സ്പെയിൻ കളിച്ചു, സ്പെയിൻ ജയിച്ചു. ഇത്രയുള്ള കാര്യമുള്ളൂ. അതിപ്പോൾ കൂടുതലായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യങ്ങളോ വലിയ ചകഞ്ഞു പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അർജന്റീന എന്നും കളിക്കുന്ന പോലെ കഴിഞ്ഞ കളി കളിച്ചില്ല, അവർ അർജന്റീനയ്ക്ക് നോക്കേണ്ട വന്നു, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഇതൊന്നും അല്ല സംഭവം. ഈ മാച്ച്, ഈ ഫൈനൽ വീണ്ടും നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അർജന്റീനയുടെ കുറച്ച് ആരാധകർ ഫിഫയ്ക്ക് ഓൺലൈൻ വഴി കത്തയച്ചു എന്നാണ് സംഭവം. ഫിഫയ്ക്ക് ഓൺലൈനായിട്ട് അർജന്റീനയുടെ ആരാധകർ കത്തയച്ചു. പക്ഷെ വന്നേക്കുന്നത് ഇങ്ങനെയാണ്: ഫിഫ ലോകകപ്പ് 2026 ഫൈനൽ വീണ്ടും നടത്തുമോ? അർജന്റീന ആരാധകരുടെ വൻ ഹർജി. സത്യമാണോ? നമുക്ക് വസ്തുത പരിശോധിക്കാം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ലോകകപ്പ് ഫൈനലിന് ശേഷം ഫൈനൽ നടത്തണമെന്ന ആവശ്യവുമായി അർജന്റീന ആരാധകർ ഓൺലൈൻ പെറ്റീഷൻ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ചില പോസ്റ്റുകൾ 1,00,000-ലധികം ആളുകൾ ഈ ഹർജിയിൽ ഒപ്പുവെച്ചെന്നും പറയുന്നു. എന്നാൽ പ്രധാന ചോദ്യം ഇതാണ്: ഫിഫ ഫൈനൽ വീണ്ടും നടത്തുമോ? നടത്താൻ തീരുമാനിച്ചോ? പക്ഷെങ്കിൽ ഫിഫ നടത്താൻ തീരുമാനിച്ചിട്ടില്ല. ഫിഫ ഇതിന്മേൽ ഒരു അനക്കവും കാണിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ റിപ്പോർട്ട്. അതുകൊണ്ട് ആരും ഇതിനകത്ത് കൂടുതൽ കിടന്നൊന്നും പോവാതെ, നമ്മൾ തോറ്റു, അർജന്റീന തോറ്റു സമ്മതിക്കുക. ഞാനൊരു അർജന്റീന ഫാനാണ്, പക്ഷേങ്കിൽ അർജന്റീന തോറ്റൊക്കെ സമ്മതിക്കുക. നമ്മളിപ്പോൾ കൂടുതലായിട്ട് വലിയ അപ്പീലിന് പോകേണ്ട കാര്യമില്ല. അന്നേരം ഇത്രേ ഉള്ളൂ. ആരാധകർ പെറ്റീഷനായിട്ട് ഫിഫയുടെ അടുത്ത് ചെന്നു, ഓൺലൈൻ വഴി പെറ്റീഷൻ അയച്ചു. ഫിഫ അത് തള്ളിക്കളഞ്ഞു എന്നൊക്കെയാണ് നമുക്കറിയാൻ റിപ്പോർട്ട്. ഇനി എന്തെങ്കിലും മുമ്പോട്ടുള്ള റിപ്പോർട്ടുകളോ ഇനി എന്തെങ്കിലും ഫിഫ അത് സ്വീകരിച്ചോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം കേട്ടോ.